ചെങ്ങന്നൂർ പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ നവഗ്രഹ മഹായാഗം ഈ മാസം 18 മുതൽ 28 വരെ നടക്കും. തിരുനാമച്ചിറപ്പും 12 വ്രതമഹോത്സവവും വൃശ്ചിക പൊങ്കാലയും ഇതോടൊപ്പം നടക്കും. 17-ന് രാവിലെ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും. ചെങ്ങന്നൂർ പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ നവഗ്രഹ മഹായാഗം ഈ മാസം 18 മുതൽ 28 വരെ നടക്കുമെന്ന് ക്ഷേത്രാധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ നവഗ്രഹ മഹായാഗം നടക്കുകയാണ്. ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഗമാണ്. നമുക്കറിയാം, പരശുരാമൻ യാഗഭൂമികൾ തീരുമാനിക്കുവാനും കേരളത്തിൻ്റെ വൈദിക കർമ്മങ്ങളിൽ അവസാന വാക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരെയാണ്. അപ്പോൾ അവർ യാഗഭൂമി നിശ്ചയിച്ചിരിക്കുന്ന മലബാറിലാണ്. തിരുവിതാംകൂറിൽ യാഗഭൂമി ഇല്ല. എന്നാൽ സഹ്യപർവ്വതത്തിൻ്റെ താഴ്വരകളിൽ തിരുവിതാംകൂറിൽ എപ്പോഴെങ്കിലുമൊക്കെ നിയോഗമുണ്ടെങ്കിൽ യാഗം നടക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യാഗങ്ങൾ അങ്ങനെ നടക്കാറില്ല. വളരെ അപൂർവമായിട്ട് കോന്നിയിലെ ഇളകൊള്ളൂരിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സോമയാഗം നടന്നു. അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷം അതിരാത്രം നടന്നു. ഇനി രാജസൂയം നടക്കാം നിയോഗമുണ്ടെങ്കിൽ. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു യാഗമാണ് ഈ വൃശ്ചികം 2-ാം തീയതി മുതൽ നവംബർ 18 മുതൽ 27 വരെ കാരക്കാട് പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രത്തിൽ നടക്കുന്നത്. കാരണം ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ നവഗ്രഹ യാഗമാണ്. മലബാറിൽ യാഗഭൂമി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നവഗ്രഹ യാഗങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷെ നമ്മുടെ മുമ്പിൽ മലബാറിൽ നവഗ്രഹ യാഗം നടന്നതായിട്ട് ചരിത്രപരമായ രേഖകളില്ല. പക്ഷേ നടക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുമില്ല. പക്ഷെ തിരുവിതാംകൂറിൻ്റെ ലിഖിതവും അലിഖിതവുമായ ചരിത്രത്തിൽ എങ്ങും നവഗ്രഹ യാഗം നടന്നിട്ടില്ല. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ നവഗ്രഹ യാഗമാണ്. ഈ നവഗ്രഹ യാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതിക്ക് വേണ്ടി, സൂര്യന് വേണ്ടി, സൗരയൂഥത്തിന് വേണ്ടി, നമ്മുടെ ഗ്രഹങ്ങളുടെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി, സർവ്വചരാചരങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന യാഗമാണ് നവഗ്രഹ യാഗം. വലിയ വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾ 5000-ഓളം ഭക്തജനങ്ങളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. 2500 ഭക്തന്മാർക്ക് ഇരിപ്പിടത്തോടുകൂടി വെളുപ്പിനെ 3 മണി മുതൽ ആരംഭിക്കുന്ന യാഗങ്ങൾ ഇരുന്ന് കാണാനുള്ള ക്രമീകരണങ്ങളുണ്ട്. തിരുനാമച്ചിറപ്പും 12 വ്രതമഹോത്സവവും വൃശ്ചിക പൊങ്കാലയും ഇതോടൊപ്പം നടക്കും. 17-ന് രാവിലെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ തുടങ്ങും. രാവിലെ 7-ന് വൃശ്ചിക പൊങ്കാലയ്ക്ക് ടെലിവിഷൻ നടൻ ആകാശ് മുരളി ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് പൊങ്കാല ദർശനവും അന്നദാനവും നടക്കും. വൈകിട്ട് 5:30-ന് കോണത്ത് ശ്രീ മഹാദേവി ഭക്തിഗാന ആൽബം പ്രകാശനം ചെയ്യും. 18-ന് വൈകിട്ട് 5-ന് പറമ്പൂരിലത്ത് നാരായണൻ ഭട്ടതിരിപ്പാട് മഹായാഗത്തിന് ഭദ്രദീപ പ്രകാശനം നടത്തും. ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പന്തളം കൊട്ടാരം നിർവാഹക സമിതി പ്രസിഡന്റ് മൂലം തിരുനാൾ ശങ്കർ വർമ്മ അഗ്നിസ്ഥാപനം നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് PD സന്തോഷ് കുമാർ ചടങ്ങിൽ പങ്കെടുക്കും. ചെറിയനാട് കക്കാട്ടിൽ എഴുന്തോളിൽ മഠം സതീശൻ ഭട്ടതിരിപ്പാടിൻ്റെയും പാൽക്കോൾ മന പ്രവീൺ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് നവഗ്രഹ മഹായാഗം നടക്കുക. 27-ന് ഉച്ചയ്ക്ക് യോഗാചാര്യന്മാരെ ആദരിക്കും. ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ നവഗ്രഹ മഹായാഗം സംഘാടക സമിതി ചെയർമാൻ TK ഇന്ദ്രജിത്ത്, ജനറൽ കൺവീനർ സന്തോഷ് കാരക്കാട്, KP മണി, തന്ത്രി PN ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.